ഹലോ നമസ്കാരം പ്രിയപ്പെട്ടവരെ. കേരളത്തിലും ഉടനീളം മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ നല്ല കാറ്റും അടിക്കുന്നുണ്ട്. എല്ലായിടത്തും മഴ തന്നെയാണ്. മഴയ്ക്ക് യാതൊരു ശമനം ഉണ്ടായിട്ടില്ല. വളരെ ജാഗ്രത. പ്രത്യേകിച്ച് ഇന്ന് ഞാനത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇന്ന് ഞായറാഴ്ചയാണ്. നാളെ തിങ്കളാഴ്ച വർക്കിംഗ് ഡേ ആണ്. സ്കൂളുകളൊക്കെ അവധി വരുമോ എന്തൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും കുട്ടികൾ വളരെ ശ്രദ്ധിക്കുക. തോടുകളും കുളങ്ങളും പുഴകളും നിറഞ്ഞ് ഒഴുകുന്ന സമയമാണ്. ഒരു കാരണവശാലും രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ സാന്നിധ്യത്തിലല്ലാതെ അത്തരം സ്ഥലങ്ങൾക്കൊന്നും പോകാണ്ടിരിക്കുക. അതുപോലെ പോകുന്ന വഴിയിൽ ഇലക്ട്രിസിറ്റി കമ്പി പൊട്ടിക്കെടുക്കാൻ സാധ്യതയുണ്ട്. മരക്കൊമ്പ് ഇടിഞ്ഞാടി സാധ്യതയുണ്ട്. വാഹനങ്ങളുടെ മേലെ കിടിഞ്ഞ് ചാടാൻ സാധ്യതയുണ്ട്. അതൊക്കെ വളരെ ജാഗ്രതയോടു കൂടി മാത്രം എല്ലാവരും മുന്നോട്ട് പോകുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഞാനും ഒരു രക്ഷിതാവാണ്. അതിൻ്റെ കാര്യത്തിൽ മക്കൾക്ക് വേണ്ടി പ്രത്യേകം ഈ വീഡിയോ കാണിച്ചു കൊടുക്കുക. ഇത്തരത്തിൽ വെള്ളങ്ങൾ കുത്തനെ ഒലിച്ചു വരുന്ന സ്ഥലങ്ങൾ, അതുപോലെ തന്നെ വലിയ വെള്ളച്ചാട്ടങ്ങൾ, അവിടെയൊക്കെ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കൗതുകത്തിന് പലപ്പോഴും ഇത്തരത്തിൽ പാറകളുടെ മേലെ നിന്ന് വെള്ളം വെക്കുന്ന ഭാഗത്തൊക്കെ നമ്മൾ ചെടി നിൽക്കും. അപ്പോൾ ഈ പാറകളൊക്കെ സ്വാഭാവികമായിട്ട് ചവിട്ടിയാൽ വെടുക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. വെഴുതി അങ്ങ് പോയി കഴിഞ്ഞാൽ അറ്റമില്ലാത്ത രീതിയിലേക്ക് അങ്ങ് പോകും. അപ്പോൾ അത് നല്ല സൂക്ഷിക്കുക, ജാഗ്രത എന്ന് മാത്രം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കിപ്പോൾ നല്ല മഴയാണ്, നല്ല വൈബാണ്, പുറത്തൊക്കെ പോകാമെന്ന് വിചാരിക്കും. അന്നേരം അത് ശ്രദ്ധിക്കുക. അപകടങ്ങൾ ഒന്നിന് പുറകെ മറ്റൊന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നമുക്കറിയാം, നമ്മൾ ഒരുപാട് ദുരന്തങ്ങൾ, വിമാനം ദുരന്തം ഉൾപ്പെടെ ഒരുപാട് ദുരന്തങ്ങൾ ഇപ്പോൾ ഈടായിട്ട് നമ്മൾ അനുഭവിക്കുകയുണ്ടായി. മലകൾ, അതുപോലെ ഇത്തരം കുന്നും ചെരുവുകളൊക്കെ എപ്പോഴും ഇടിയാനും വീഴാനൊക്കെ വളരെ സാധ്യത കൂടുതലാണ്. അത്തരം ഭാഗങ്ങൾക്കൊന്നും പോകാണ്ടിരിക്കുക. കുളങ്ങൾ, തോടുകൾ, എന്തിന് നമ്മൾ വീടിൻ്റെ പരിസരത്ത് വയ്ക്കുന്ന ചില കുഴികൾ, അല്ലെങ്കിൽ കച്ചറടാൻ ഉപയോഗിക്കുന്ന കുഴികളൊക്കെ നിറഞ്ഞു കിടക്കുന്ന കാലഘട്ടം കൂടിയാണ്. വളരെ ജാഗ്രതയോടു കൂടി മാത്രം നമുക്ക് ഈ വർഷക്കാലത്തെ നല്ല രീതിയിൽ ആസ്വദിച്ച് അപകടമില്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും ശ്രമിക്കുക. ആരും ആരെയും കൺട്രോൾ ചെയ്യേണ്ട കാര്യമില്ല. ഒക്കെ സെൽഫ് കൺട്രോളിംഗ് ആണ്. പ്രിയപ്പെട്ടവർ, അപ്പോൾ ഒരിക്കൽ കൂടി ഒന്ന് ബോധത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി പറയുന്നതാണ്. നമുക്ക് വർഷക്കാലമാണ്. വെള്ളച്ചാട്ടം കാണാനും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ എപ്പോഴും യാത്ര ചെയ്യുന്ന ആളുകൾ സൂക്ഷിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, യൂട്യൂബിലിട്ടിട്ടുണ്ട്. മാണൂരിൽ, തൊട്ടടുത്ത നാട് മാണൂരിൽ ഇന്നലെ അർദ്ധരാത്രി ഒരു കാർ ഇടിച്ച് കയറി നിയന്ത്രണം വിട്ടിട്ട് വൻ ദുരന്തം ഉണ്ടായിട്ടുണ്ട്. വലിയൊരു അപകടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അപകടം ഒന്നിന് പുറകെ മറ്റൊന്നായിട്ടുണ്ട്. ഉറക്കച്ചടയിൽ വാഹനം ഓടിക്കാണ്ടിരിക്കുക. ഈ വർഷക്കാലം നമുക്ക് ആസ്വദിച്ച് സന്തോഷത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. എപ്പോഴും നമ്മളെ നിയന്ത്രിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നൊരു ചിന്ത ഉണ്ടാവുക. ഒക്കെ സെൽഫ് കൺട്രോളിങ്ങിൽ മാത്രം. പ്രത്യേകിച്ച് കുട്ടികൾ സ്കൂളിലും മദ്രസയ്ക്ക് മറ്റ് സ്ഥലങ്ങൾക്കൊക്കെ പോകുമ്പോൾ വിരുന്ന് പോകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഇൻഫർമേറ്റീവായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മഴക്കാലമാണ്. ജാഗ്രത. സ്നേഹത്തോടെ സ്വന്തം ഇടവേള റാസി.